ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അന്നേരം ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അന്നേരം ഞാൻ മുറ്റം തൂക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുറ്റം തൂക്കുന്ന സമയത്ത് ഈ തെങ്ങിൻ്റെ ഇതില്ലയോ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് അപ്പൂസ് കളിക്കാനായിട്ട് കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് എവിടെയോ വീണ് കിടന്നെയാണ്. അത് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടിരുന്നതാണ് കേട്ടോ. പൂക്കൊലയോ തെങ്ങിൻ പൂക്കൊല എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവം ഞാനത് എടുത്ത് ആ മതിലിലോട്ട് വെച്ച് അവിടെ മുഴുവൻ അതിൻ്റെ ഇതായി കിടക്കുക കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ടല്ലേ, 8:30 ആയതേ ഉള്ളൂ സമയം കേട്ടോ. ഞാൻ തന്നെ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് മുറ്റം അടിക്കാൻ ഇറങ്ങിയത്. അന്നേരം ഇന്ന് ഇച്ചിരി താമസിച്ചാണ് മുറ്റം അടിക്കാനായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഈ സമയത്ത് ഇവിടെയൊക്കെ നല്ല വെയിൽ, 8:30 ആയതേ ഉള്ളൂ. അന്നേരം ഒരു 12 മണിയൊക്കെ ആയതുപോലെ ആയി വെയിൽ. അന്നേരം ഞാൻ രാവിലെ തന്നെ മുറ്റം അടിക്കാനൊന്നും ഇന്ന് ഇറങ്ങിയില്ല കേട്ടോ. അന്നേരം അടുക്കളയിലെ കാര്യങ്ങൾ രാവിലത്തെയൊക്കെ തീർത്ത് വെച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചോറും കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നലത്തെ മഴയിൽ ഞാൻ കുറച്ച് മടലല്ല, നമ്മുടെ തേങ്ങ ആട്ടാൻ വെച്ചില്ലേ, അതിൻ്റെ തൊണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഇവിടെ കിടക്കുകയായിരുന്നു. അത് ഈ സൈഡിൽ കിടന്നതാണ്. അത് മൊത്തം നനഞ്ഞു പോയി ഇന്നലത്തെ മഴ പെയ്തപ്പം കേട്ടോ. അപ്പം ഞാൻ ഇന്നെടുത്ത് ആ വെയിലത്തോട്ട് ഇട്ടതാണ്. ഇനിയിപ്പം അവിടെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം നനഞ്ഞു പോകും. നല്ല ഉണങ്ങിയ ചിരട്ടയും ഈ തൊണ്ടുമൊക്കെയാണ് കേട്ടോ. അന്നേരം ഞാനതെല്ലാം എടുത്ത് വെയിലത്തോട്ടൊന്ന് ഇട്ടിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തുണിയൊക്കെ അലക്കാനായിട്ട് ഇറങ്ങണം കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് വെയിലത്തോട്ടിട്ട് രാവിലെ തന്നെ ഈ സൈഡിലോട്ട് വെയിലൊക്കെ വരുന്നതേ ഉള്ളൂ. അന്നേരം നമ്മുടെ എണ്ണയൊക്കെ ആട്ടിയായിരുന്നു കേട്ടോ. ഒരു 4 ഒക്കെ കാണും കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വൈകിട്ട് കേട്ടോ. ഏത്തയ്ക്ക പൊരിച്ചതും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൂസിനൊക്കെ. നമുക്കിപ്പം വീട്ടിൽ ആട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ എടുത്ത് പലഹാരമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് അത്രയും പറ്റത്തില്ല, നമ്മൾ പിശുക്കി എടുക്കത്തുള്ളൂ അല്ലേ. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ആട്ടിച്ച് വെച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കൈയും കാലും ഒക്കെ കഴുകി ചപ്പാത്തി കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അന്നേരം ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു ഇന്ന് നമുക്ക്. അന്നേരം എനിക്ക് ഈ മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ നമ്മളിങ്ങനെ മസാലയൊക്കെ ഇട്ട് വെക്കത്തില്ലേ, സവാള ചേർത്ത് വഴറ്റി തക്കാളിയൊക്കെ ഇട്ട് വെക്കുന്ന മുട്ടക്കറിയാണ് കേട്ടോ. അന്നേരം 2 ചപ്പാത്തിയൊക്കെ എടുത്ത് രാവിലെ ഞാൻ കഴിക്കാനിരിക്കുക. ഇന്ന് നല്ല വിശപ്പുണ്ട് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിച്ചു. ഇനിയിപ്പം നമുക്ക് ചപ്പാത്തിയൊക്കെ ദഹിക്കണ്ടേ. അന്നേരം തുണിയൊക്കെ കഴുകി വിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് തുണി അലക്കി വിരിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അന്നേരം ഇന്നലെ തുണി കഴുകാത്തത് കൊണ്ട് ഇന്ന് ഞാൻ ഇഷ്ടം പോലെ തുണി ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം 1.5 വിട്ട ദിവസങ്ങളിലാണ് ഇപ്പം ഞാൻ കഴുകുന്നത്. എന്നു ചോദിച്ചാൽ ഇപ്പം മക്കൾക്ക് പോകണ്ടാത്തതുകൊണ്ട് യൂണിഫോം ഇല്ലല്ലോ. അന്നേരം പിന്നെ ഡെയിലി യൂണിഫോം ഉണ്ടെങ്കിൽ അലക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ഇന്നലെ അലക്കാത്തതുകൊണ്ട് ഇന്ന് ഒരു ബക്കറ്റ്, വലിയൊരു ബക്കറ്റ് തുണിയുണ്ട്. അപ്പം ഞാൻ ഇവിടോട്ട് വിരിച്ച് ബാക്കിയുള്ളത് നമുക്ക് അപ്പുറത്തോട്ടും കൊണ്ട് വിരിക്കാം കേട്ടോ. അങ്ങനെ രാവിലെ ഈ തുണി നന, മുറ്റം തൂപ്പും ഒക്കെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തോട്ട് കയറി അകത്തെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ഇന്നെന്താ മാമ്പഴ പുളിശ്ശേരി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ വെച്ചതാണ്. കഴിഞ്ഞ വർഷം ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത്. നമ്മുടെ നാടൻ മാങ്ങ കൊണ്ടാണ് വെക്കുന്നത് കേട്ടോ. അന്നേരം ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ വർഷം എടുത്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ 2-3 അല്ല അതിൽ കൂടുതൽ വീഡിയോ ഞാൻ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അന്നേരം പിന്നെ ഇത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, രാത്രിയിലാണ് വെച്ചത് കേട്ടോ. അന്നേരം നല്ല നാടൻ മാങ്ങ തൊലി ഇരിച്ചാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിനി അകത്തോട്ട് കയറുവാണ്. നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പിന്നെ നമ്മളിന്ന് കുറച്ച് കടുമാങ്ങയ്ക്കൊക്കെ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പച്ചമാങ്ങ തോരൻ വെച്ചില്ലേ, അപ്പം ഞാൻ കുറേ മാങ്ങ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി കേട്ടോ. നല്ല തൈരൊക്കെ ഉടച്ച് ഒഴിച്ച് നല്ല അടിപൊളി
മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതിനകത്ത് മാങ്ങ ഒന്നല്ല കിടക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരെണ്ണം എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് പറയണം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടൻ മാങ്ങയില്ലേ, ചെറിയ മാങ്ങ, നമ്മളിങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞ് കുടിക്കുന്ന ഒരു മാങ്ങയില്ലേ, ആ മാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കാൻ ടേസ്റ്റ് കേട്ടോ. അന്നേരം അത്രയും മാങ്ങ നമ്മൾ തൊലി ഇരിച്ചെടുത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് അച്ചാറിനാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കുള്ള ദിവസങ്ങളിലൊക്കെ അച്ചാറൊക്കെ വേണമല്ലോ. അന്നേരം പിന്നെ ഞാൻ കുറച്ച് അച്ചാറുകൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നല്ലെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. അതിനകത്തേക്ക് കടുക് ഉലുവായും ഒക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ പൊട്ടി വരുമ്പോഴത്തേന് നിങ്ങൾക്കറിയാമല്ലോ അച്ചാറിടുന്നത്. ഇന്ന് ഞാൻ കടുക് ഉലുവായും പൊടിച്ചൊന്നും ഇടുന്നില്ല കേട്ടോ. എപ്പോഴും ഞാനിങ്ങനെ കടുക് ഉലുവായും പൊടിച്ച് ചേർക്കാറുണ്ട്. ഇനി ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ കടുക് ഉലുവായും ഇട്ട് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്, ഇഞ്ചി ഞാൻ ഇന്ന് എടുത്തിട്ടില്ല കേട്ടോ. വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കുറച്ചേറെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മളിത് പൊട്ടി വരുമ്പോൾ ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം വഴറ്റി കഴിയുമ്പോഴത്തേന് നമ്മുടെ എരിവില്ലാത്ത മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സാണ്. അച്ചാറ് പൊടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറ് പൊടി ഇട്ട് അച്ചാർ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം ഇന്ന് അച്ചാറ് പൊടിയൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് കുറച്ച് മാങ്ങ ഇരുന്നില്ലേ, കഴിഞ്ഞ ദിവസം വെറുതെ കുറച്ച് മാങ്ങ ഞാൻ അരിഞ്ഞു വെച്ചു. പക്ഷേ ഞാൻ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെച്ചില്ല. ബാക്കി മാങ്ങ അരിയാനുള്ളത് ചെത്തി അതിനകത്തോട്ട് തന്നെ വെച്ച് കേട്ടോ. എനിക്ക് വയ്യായിരുന്നു, എന്തോ വയ്യാഴി ഒന്ന് ഞാൻ പിന്നെ പോയി കിടന്നു. രാത്രിയായിരുന്നു. പിറ്റേ ദിവസം ഞാനത് അരിയാൻ നോക്കിയപ്പോഴത്തേന് ഇങ്ങനെ ഒരു ചനച്ച പോലെ വന്നായിരുന്നു. അത് മൊത്തം പോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ബാക്കി ഇരുന്നത് പെട്ടെന്ന് എടുത്ത് അരിഞ്ഞിട്ട് അന്നേരം തന്നെ അങ്ങ് അച്ചാറിടാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ നമുക്ക് മാങ്ങയുള്ള സമയത്തൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ കുറച്ച് അച്ചാറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഇട്ട ഉപ്പുമാങ്ങ, പിന്നെന്താണ് ഞാനിങ്ങനെ അരിഞ്ഞ് പുരട്ടി വെച്ചിരിക്കുന്നത്, ഉണക്കി വെച്ചിരിക്കുന്നത് എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ വർഷത്തെ തൊട്ട് ഇരിപ്പുണ്ട്. അന്നേരം ഈ വർഷത്തെ മാങ്ങയാണ് ഞാനിപ്പം അച്ചാറിടുന്നത്. അന്നേരം പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ട് നല്ലവണ്ണം അതിൻ്റെ പച്ചമണം മാറി വരുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഒരുപാടങ്ങ് കരിഞ്ഞൊന്നും പോലെ സിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കണ്ട ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലവണ്ണം ഒന്ന് മൂത്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അന്നേരം ഒരു കായം മുഴുവൻ ഞാൻ മിക്കവാറും ഇട്ട് കൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞില്ലേ, ഈ അച്ചാറിനൊക്കെ എനിക്ക് ഒരുപാട് കായം ഇടണം കേട്ടോ. അന്നേരം നല്ലൊരു ചെറിയ ഡപ്പ കായമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതിപ്പം അതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുത്തു. ഇനിയിപ്പം മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കട്ടെ കേട്ടോ. കായത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പം വേണ്ട ഉച്ചയൊക്കെ ആകാറായി, മൂടാപ്പൊക്കെ ആകുന്നുണ്ട് കേട്ടോ. ഇന്ന് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് നല്ല മഴയായിരുന്നു കേട്ടോ. മാങ്ങയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അന്നേരം മാങ്ങയ്ക്കകത്തോട്ട് കുറച്ച് ഉപ്പൊക്കെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാമേ. അന്നേരം അച്ചാറിടാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അന്നേരം ഞാൻ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ മാങ്ങായ്ക്കകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കായപ്പൊടി എല്ലാം കൂടെ നല്ലവണ്ണം ഉപ്പ് ഇട്ട് പുരട്ടി വെച്ചിട്ട് ഈ നല്ലെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഉലുവായും കായപ്പൊടിയും കൂടെ ഇട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നമ്മൾ ഈ മൂപ്പിച്ച് അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് അടച്ചങ്ങ് വെക്കുക. ലാസ്റ്റ് നമുക്ക് മേടി വേണമെങ്കിൽ കുറച്ച് ഇതുപോലെ തന്നെ എണ്ണയൊന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചാൽ കുറേ നാൾ എണ്ണ മാങ്ങ പോലെ ഇരിക്കും കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതൊക്കെ എനിക്കറിയാം കേട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ അച്ചാർ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ടിടുന്ന അച്ചാറാണ്. എന്തായാലും വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ ചേർക്കും കേട്ടോ. ചിലരൊന്നും വെളുത്തുള്ളി ഇഞ്ചി ചേർക്കാതെ അച്ചാറിടും. ഇന്ന് എന്തായാലും ഞാൻ ഇഞ്ചി എടുത്തിട്ടില്ല. ഇഞ്ചി എൻ്റെ കയ്യിലില്ലായിരുന്നു നോക്കിയപ്പം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇഞ്ചിയും കൂടി ഇട്ടേനെ. അങ്ങനെ തന്നെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ബാക്കി കായപ്പൊടിയൂടെ ഞാനങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്തായാലും ഇത്രയും മാങ്ങയുണ്ട്. അപ്പം ഇച്ചിരി കായപ്പൊടിയുടെ ടേസ്റ്റൊക്കെ അച്ചാറിന് മുന്നിൽ നിൽക്കണം അല്ലേ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തു. അന്നേരം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം നമ്മൾ ഇന്നലെ മാങ്ങ കറി വെച്ചിട്ടുണ്ട്.
ഇന്ന് അച്ചാറിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മത്തി കുറച്ച് വറക്കാനായിട്ട് ഞാൻ വെട്ടി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മത്തി എടുത്തിട്ട് ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയൂണിവിടെ റെഡിയാകും. അന്നേരം തന്നെ നിങ്ങൾ ഈ അച്ചാർ നോക്കിയാൽ ഇപ്പം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. അല്ല കേട്ടോ, എണ്ണയൊക്കെ അടിയിലുണ്ട്. ഞാനത് കുപ്പിക്കകത്ത് ഇട്ട് വെച്ചത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ അച്ചാറിന്. അന്നേരം ആദ്യം നമുക്ക് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ആറിക്കഴിയുമ്പോഴത്തേന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ, പിന്നെ നമ്മുടെ മാങ്ങ കറി, മാമ്പഴ പുളിശ്ശേരി തേണ്ട ഇവിടെ റെഡിയായിട്ട് നേരത്തെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം നമുക്ക് കുറച്ച് മത്തി പുരട്ടി വെച്ചിട്ടുണ്ട്, അതുകൂടെ വറക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഈ നാട്ടിൻപുറത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരുണ്ട്. അന്നേരം കുറേ കൂട്ടുകാർ കമൻ്റൊക്കെ ഇടുമ്പം ഓരോ കാര്യങ്ങളും എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അപ്പോസിനെയൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അപ്പം ഇഷ്ടമുള്ളവരെല്ലാം എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നവരൊക്കെ കമൻ്റ് ഇടുക കേട്ടോ. അപ്പം വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങളുടെ വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ചോ? നമുക്കിതുപോലൊക്കെ തന്നെയായിരുന്നു നമ്മുടെ വിഷുവും കേട്ടോ. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മളിപ്പോൾ എടുത്തു വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അന്നേരം രാവിലെ തൊട്ടേ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴുകി ഇപ്പം നീറ്റാക്കി. ഇപ്പോൾ എടുത്ത 2-3 പാത്രങ്ങളേ ഉള്ളൂ. അതുകൂടെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി ഉച്ച വരെയുള്ളതൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഉച്ച കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം റെസ്റ്റാണ്. പിന്നെ 4 മണിയാകുമ്പം വീണ്ടും നമുക്ക് നമ്മുടെ ചായ കുടി കാര്യങ്ങളെ വൈകിട്ടത്തേക്കുള്ളത് ഒക്കെ അങ്ങനെ തുടങ്ങും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയുമ്പം ഒരുപാട് സന്തോഷമാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഒരു ചേച്ചി ഇന്ന് കുറേ എസ്സേ പോലൊരു കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ചേച്ചി ഇടുന്ന കമൻറ്റ് ആർക്കും കിട്ടുന്നില്ല, എനിക്ക് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അത് ചിലപ്പോൾ എനിക്കറിയത്തില്ല ചേച്ചി എന്താണെന്നൊക്കെ ചോദിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൻ്റെ ഓരോ ഇതാണ്. ഞാനും ചിലപ്പം കമൻ്റ് ഇടുന്നൊന്നും റിപ്ലൈ ഇടുന്നൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം. എന്നിട്ട് നമ്മുടെ അപ്പോസ് ഇപ്പോഴത്തെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബോട്ടിലുകളൊക്കെ എടുത്ത് ഇങ്ങനെ പെയിൻ്റൊക്കെ അടിക്കുക കേട്ടോ. അവന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. ഞാനിങ്ങനെ വയ്യാതെ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞമ്മേ എനിക്ക് പെയിൻറ്റും ബ്രഷും ഒക്കെ മേടിച്ച് തരാൻ. അപ്പം 2-3 ബോട്ടിലൊക്കെ ഇങ്ങനെ അടിച്ച് വെച്ച് കേട്ടോ. ഞാൻ അന്നേരം ചെന്നൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുഞ്ഞൊരു വിശേഷമായിരുന്നു. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.